ഹായ് ഹലോ കുക്കുമിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. എല്ലാവരും ഈദൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈദിൻ്റെയും പെരുന്നാളിൻ്റെയും ഒക്കെ കടത്തി വെട്ടുന്ന രീതിയിൽ ഓരോ ദിവസവും ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് എമ്പുരാൻ അല്ലേ. എത്രയോ പേരുടെ കഷ്ടപ്പാടുകളും എത്രയോ നാളുകളായിട്ട് അതിൻ്റെ പൊന്നെ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അവരെ സംബന്ധിച്ച് അതിൻ്റെ ഡയറക്ടറാണെങ്കിലും പ്രൊഡ്യൂസറാണെങ്കിലും എല്ലാവരും അതിൽ അഭിനയിച്ചവരാണെങ്കിലും എല്ലാവരും സത്യത്തിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ അതുപോലെ ഒരമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് 10 മാസം ചുമന്ന് പ്രസവിക്കുന്ന പോലെ തന്നെ അത്രയും സത്യമായിട്ട് ഒരു പുതിയൊരു സ്റ്റോറി അല്ലെങ്കിൽ പുതിയൊരു കഥ പുതിയൊരു സിനിമ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വരുവാണ്. എത്ര നിസ്സാരമായിട്ട് അതിനെ കെട്ടിപ്പൂട്ടി പെട്ടി വെക്കാനും അതിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്യാനും ഒക്കെ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് അല്ലേ. അതവിടെ നിൽക്കട്ടെ, അതല്ല ഇവിടുത്തെ എൻ്റെ വിഷയം. ഞാൻ പറഞ്ഞത്, ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്നിട്ട് ഒരാളെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ, ഒറ്റയ്ക്ക് ആക്രമിക്കുമ്പോൾ നമ്മുടെ ഏത് ഫീൽഡാണെങ്കിലും, ഫിലിം ഫീൽഡ് അല്ലെങ്കിലും ഏത് ഫീൽഡാണെങ്കിലും ഒരാളെ കല്ലെറിയുമ്പോൾ കൂടെ കല്ലെറിയാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖലയിലാണെങ്കിലും ഒരാളുടെ വളർച്ചയിൽ ആരും അങ്ങനെ സന്തോഷിക്കുന്നവരായിരിക്കത്തില്ല സെയിം ഫീൽഡിലുള്ളവർ. അത് പുറമെ ഇനി എത്ര വന്ന് വർത്താനം പറഞ്ഞാലും ഉള്ളിൽ ഇവരെ എങ്ങനെയും ഒതുക്കണമെന്നേ വിചാരിക്കുള്ളൂ. അത് ഏത് ഫീൽഡിലും അങ്ങനെ തന്നെയാണ്, മനസ്സിലാക്കും. നമ്മുടെ തോളെ കൈയിട്ട് നടക്കുന്നവരാണെങ്കിലും നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് ആണവരാണെങ്കിലും അപ്പോഴാണ് നമുക്ക് റിയൽ ഫ്രണ്ട്സ് ആരാ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന സമയങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഒത്തിരി ഫീൽഡൊക്കെ ആയി കഴിയുമ്പോൾ ഇതൊക്കെ തിരിച്ചറിയുള്ളൂ. എന്തുവെന്ന് പറഞ്ഞാലും ഒരാളെ ആക്രമിക്കുന്ന കാണുമ്പോൾ ഒന്നുമില്ലെങ്കിലും ഇന്ന് ഞാനിത് പറയാൻ കാര്യം, ഇന്നലെ നമ്മുടെ മല്ലിക സുകുമാരൻ ഒരു FBയിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെക്കുറിച്ചായിരുന്നു നമ്മുടെ ന്യൂസിലെല്ലാവരും ചർച്ച ചെയ്ത കാര്യങ്ങൾ. ഒരു പഴയ നടൻ്റെ സുകുമാരൻ്റെ വൈഫ് എന്നത് മാറ്റിവെച്ച്, അവരൊരു ആക്ടറാണ്, ആ ആക്ടർ എന്നതും മാറ്റിവെച്ച് 2 കുട്ടികളെയും ആക്ടറാണ്, അവരുടെ 2 ആമക്കളും ആക്ടർ, അതും അങ്ങ് മാറ്റിവെക്കുക. ഒരമ്മ ഒന്നുമല്ലാത്ത ഒരു സാധാ ഒരു വീട്ടമ്മയുടെ വിഷമം പോലെ ഒന്ന് കൂട്ടിക്കുക. നിങ്ങൾ സാധാ ഒരു ഫീൽഡിലും അല്ലാത്ത ഒരമ്മയുടെ വിഷമമാണ് അവരവിടെ ഇന്നലെ ആ FBയിൽ പറഞ്ഞത്, മനസ്സിലായോ. ഒരാളെ കൂട്ടത്തോടെ ആക്രമിക്കുമ്പം, ഒന്നും അറിയാതിരിക്കുമ്പം അത് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. എത്രയോ വിപ്ലവകരമായിട്ട് കാര്യങ്ങളൊക്കെ നടന്ന സിനിമ എടുത്തിരിക്കുന്ന, അന്നൊന്നും ഇല്ലാത്ത കോലാഹലവും ബഹളങ്ങളുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ്, ഒരാൾ വളരുന്നു എന്ന് കാണുമ്പോൾ അവരെ നശിപ്പിക്കാനായിട്ട് പല രീതിയിൽ ശ്രമിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാ മേഖലയിലും ഉണ്ട്. പിന്നെ ഏത് മേഖലയിലാണെങ്കിലും ഇപ്പം സിനിമാ മേഖലയിൽ അവരെ ഒത്തിരി പേര് ആശ്വസിപ്പിക്കാൻ ഒത്തിരി പേര് അവർ തന്നെ പറയുന്നുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷെങ്കിൽ എവിടെ മലയാളികളെ സംബന്ധിച്ച് ഏത് ഫീൽഡിൽ സംബന്ധിച്ച് ഒരാളെ വളർത്താനും ഒരു സെക്കൻഡിൽ താഴെ ഇടാനും നമ്മളൊക്കെ ഭയങ്കര മിടുക്കരാണ്. എല്ലാം മാറ്റിവെക്കുക. ഒരമ്മ എന്ന നിലയിൽ ആ അമ്മയ്ക്ക് മല്ലിക മാഡത്തിന് ഒരു മെസ്സേജ് വന്നപ്പോൾ അവരെത്രമാത്രം സന്തോഷിച്ചു. നമ്മുടെ വിഷമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു മെസ്സേജെങ്കിലും അവർക്ക് എത്ര സംഘടനകളുണ്ട്, എത്ര അവർ തന്നെ പറയുന്നുണ്ട്. അമ്മ, ആൻറ്റി, അമ്മമ്മ എന്നൊക്കെ വിളിക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ ഒരു റെസ്റ്റ് പീരീഡ് ഇരുന്നൊരു മനുഷ്യൻ ഈദിൻ്റെ സമയത്ത് പോലും, തിരക്കുള്ള ഒരു സമയത്തുള്ള പോലും ആ വ്യക്തി ഒരു മെസ്സേജ് അയച്ചപ്പോൾ, ശ്രീ മമ്മൂട്ടി ഒരു മെസ്സേജ് അയച്ചപ്പോൾ ആ അമ്മയ്ക്ക് എത്രമാത്രം സന്തോഷമുണ്ടായി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അത്രയും മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ലായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ആ അമ്മ ഇത്രയും ഷെയർ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ വന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എനിക്ക് ഒത്തിരി സൗണ്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫാദർ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷനുണ്ട്. നിങ്ങളത് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, ബൈ. അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. ബൈ, താങ്ക് യു. അദ്ദേഹത്തെ ഒരു കുഴപ്പമില്ലാതെന്ന് എനിക്ക് നല്ല ഭംഗിയായിട്ടറിയാം. അതൊന്നുമില്ല. 2-3 മാസം വിശ്രമിക്കുക, എന്തെങ്കിലും പ്രാഥമിക ചികിത്സകൾ ചെയ്യുക. അദ്ദേഹത്തെ അത് കഴിഞ്ഞ് സുഖമായിട്ട് അദ്ദേഹം വന്ന് അഭിനയിക്കും. പോട്ടെ. ആ മനുഷ്യൻ ഇങ്ങനെ വിശ്രമവേളയിൽ പോലും, ദൈവമേ, പെരുന്നാളായിട്ട് ഞാൻ പറയാണ്, എനിക്കൊരു മെസ്സേജ് അയച്ചു, പോസ്റ്റ് കണ്ടു, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഒരു ആശ്വാസവചനം പറയാനായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ചേച്ചി, അമ്മ, ആന്റി, അമ്മൂമ്മ എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അയച്ചത് ഇന്നലെ രാത്രിയിൽ എനിക്ക് കിട്ടുന്നത് ശ്രീ മമ്മൂട്ടിയുടെയാണ്. എന്റെ ജീവിതത്തിൽ ഞാനിതൊക്കെ എന്റെ മക്കളോട് ഇന്നലെ രാത്രി പറഞ്ഞു, ഞാൻ മറക്കരുതെന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം ജാതിയും മതമൊന്നും നോക്കിയില്ല. ഇന്ന് പെരുന്നാളാണ്, വീട്ടിലെത്തി തിരക്ക് പോയിക്കാൻ വരും. പോട്ടെ, എന്തെങ്കിലും ആട്ടെ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് അദ്ദേഹം എവിടെയോ ഇരിക്കുന്നു. പക്ഷെ അതിനിടയിലും ഇത് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ മല്ലികയ്ക്ക് പ്രയാസം തോന്നുമായിരിക്കും എന്നൊരു തോന്നലെങ്കിലും ഒരു മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാൻ ആ മനുഷ്യന് സാധിച്ചില്ലേ? വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? വേറെ ആരെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഒരു പുസ്തകത്തിന്റെയും ഒരു പ്രസ്ഥാനത്തിന്റെയും ഒരു സംഘത്തിന്റെയും ഒന്നും പേര് പറഞ്ഞൊന്നും പേടിപ്പിക്കരുത്. ഞങ്ങളെ വളർത്തിയത് ഈശ്വരനാണ്. ആ ദൈവീക ശക്തി ഞങ്ങളും കൂടെ